2025 മെയ് മാസം 1-ാം തീയതി വടക്കൻ കേരളത്തിലെ വിവാഹ വീട്ടിൽ നടന്ന അത്യന്തം രസകരമായതും എന്നാൽ വളരെ ബുദ്ധിപൂർവമായി പോലീസ് തെളിയിച്ചതുമായ ഒരു മോഷണ കഥയാണ് ഡി സ്റ്റോറീസിലൂടെ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. പോലീസ് കണ്ടുപിടിച്ച പ്രതി ആരെന്നറിഞ്ഞപ്പോൾ ശരിക്കും വീട്ടുകാരും നാട്ടുകാരും ഒന്നടങ്കം ഞെട്ടി. കണ്ണൂർ കരുവള്ളൂർ പാലിയേരി മനോഹറിന്റെ മകൻ അർജുനും കൊല്ലം സ്വദേശിനി ആർച്ചയും തമ്മിലായിരുന്നു വിവാഹം. കല്യാണ സമ്മാനമായി ആർച്ചയ്ക്ക് 40 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഉണ്ടായിരുന്നത്. കല്യാണ വീടായതുകൊണ്ട് തന്നെ വീട് മുഴുവൻ ശരിക്കും സുഹൃത്തുക്കളും ബന്ധുക്കളെയും കൊണ്ട് നിറഞ്ഞിരുന്നു അന്ന്. പിറ്റേ ദിവസം മെയ് 2-ാം തീയതി രാവിലെ എത്തിയ ചില അയൽക്കാർ വധുവിന്റെ സ്വർണം കാണുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഫലമായി അവർക്ക് സ്വർണം കാണിച്ചു കൊടുക്കാനായി ആർച്ച തലേന്ന് ഊരിവെച്ച ആഭരണങ്ങൾ എടുക്കാൻ അലമാരി തുറന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം വെച്ചതിൽ നിന്നും ഏകദേശം 30 പവനോളം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആർച്ചയേക്കാൾ അതിൽ ഞെട്ടിയത് അർജുനും അർജുന്റെ വീട്ടുകാരുമാണ്. സ്വാഭാവികമായും പുതുമോടിയാണ്. വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും ഒരുപോലെ സംശയിക്കപ്പെട്ടേക്കാം. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും കുഴപ്പങ്ങളും വന്നു. അടുത്ത പടിയായി അവർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. തത്ഫലമായി പോലീസ് എത്തി കേസന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും വീട്ടിലെത്തി. ഈ മോഷണ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ നാടാകെ കാട്ടുതീ പോലെ പടർന്നു. പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വാർത്ത വന്നതോടുകൂടി ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങി. അന്വേഷണത്തിന്റെ ഭാഗമായി ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ധാരാളം പേരുടെ ഫിംഗർ പ്രിന്റ് ആ മോഷണം പോയ അലമാരിയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. സ്വർണം മുഴുവൻ 2 ബോക്സുകളിലായിട്ടാണ് ആർച്ച അലമാരിയിൽ സൂക്ഷിച്ചിരുന്നത്. അതിൽ ഒരു ബോക്സ് മുഴുവനായും 2ാമത്തെ ബോക്സിൽ നിന്ന് വലിയ ആഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കേസന്വേഷണം തകൃതിയായി പുരോഗമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 7-ാം തീയതി രാവിലെ കേസന്വേഷണത്തിന്റെ ഭാഗമായി ഒരുപറ്റം പോലീസുകാർ ആ വീട്ടിലെത്തുന്നു. ആ പരിസരമാകെ വീക്ഷിച്ച പോലീസുകാർക്ക് മുന്നിൽ വരാന്തയോട് ചേർന്ന് സഞ്ചിയിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു പൊതി കിട്ടി. ആ വീട്ടിൽ നിന്ന് മോഷണം പോയ ആഭരണങ്ങളായിരുന്നു അത്. ഒരു തരി പോലും നഷ്ടപ്പെടാതെ മുഴുവൻ ആഭരണങ്ങളും തിരിച്ചു കിട്ടി. ഇപ്പോഴത്തെ സ്വർണ്ണവില അനുസരിച്ച് ഏകദേശം 20 ലക്ഷത്തിൽ പരം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളായിരുന്നു അവ. ആർച്ച ഈ ആഭരണങ്ങളൊക്കെ തന്റെയാണെന്ന് ഉറപ്പുവരുത്തി. സ്വാഭാവികമായും വീട്ടുകാർ ഭയങ്കര സന്തോഷത്തിലായി. കാരണം അവർ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ആഭരണങ്ങളാണ് തിരിച്ചു കിട്ടിയത്. എല്ലാവർക്കും സന്തോഷമായെങ്കിലും ഈ ആഭരണങ്ങൾ തിരികെ അവിടെ എത്തിയപ്പോൾ പോലീസുകാർ ഒരു കാര്യം ഉറപ്പിച്ചു: ഇതൊരിക്കലും വെളിയിൽ നിന്നുള്ള ഒരാളല്ല ചെയ്തിരിക്കുന്നത്. ഈ വീടിനോട് അടുത്ത് അത്രയും ബന്ധം പുലർത്തുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളിലോ ഒരാൾ, അതവർക്ക് ഉറപ്പായിരുന്നു. പോലീസ് വീണ്ടും തലങ്ങും വിലങ്ങും അന്വേഷണം ആരംഭിച്ചു. അലമാരയിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റിന്റെ ഉടമകളെ ഓരോരുത്തരെയും അവർ ഫോണിൽ വിളിച്ചു. എല്ലാവരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഫോൺ വിളിച്ചവരെല്ലാവരും തന്നെ ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളപ്പോൾ വിളിച്ചപ്പോൾ കൂത്തുപറമ്പിലായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എത്താൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ എന്തൊക്കെയോ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു. ഇത് പോലീസിന് അവരോടുള്ള സംശയം വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായും പോലീസ് അവരെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. അവരുടെ ഫോൺ വിവരങ്ങളെക്കുറിച്ചും ഒരു റെക്കോർഡ് തന്നെ എടുത്തു. അതിൽ നിന്നും പോലീസിന് മനസ്സിലായി പ്രതി അവരാണ്. 46 വയസ്സുള്ള വിപിനി എന്ന യുവതി.
ഇവർ അർജുന്റെ ബന്ധുവാണ്. കല്യാണം നടക്കുന്ന ദിവസം മുഴുവൻ സമയവും ഇവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എത്ര കള്ളം വെച്ച് മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും എന്ന് പറയപ്പെടുന്ന പോലെ അവരുടെ വായിൽ നിന്ന് വീണ ഒരു ചെറിയ വാക്കിൽ നിന്നാണ് പോലീസ് ഇവരെ കയ്യോടെ പിടികൂടിയത്. കാരണം കല്യാണ ദിവസം എപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് പോയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഇവർ ഒന്നും ആലോചിക്കാതെ തന്നെ ഞാൻ വൈകുന്നേരം തന്നെ തിരികെ പോയി എന്ന് പറഞ്ഞു. പക്ഷേ അർജുന്റെ വീട്ടുകാരും ബന്ധുക്കളും രാത്രി 9 മണി വരെ വിപിനി അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. അതുമാത്രമല്ല, അലമാരിയിൽ നിന്ന് കിട്ടിയ വിരലടയാളങ്ങളിൽ ഒന്ന് വിപിനിയുടേതുമായി. സ്വാഭാവികമായും പോലീസ് വിപിനിയെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൃത്യമായ തെളിവോടുകൂടിയുള്ള ചോദ്യം ചെയ്യലിൽ വിപിനി തന്റെ കുറ്റം സമ്മതിക്കുകയും പക്ഷേ അതിനുള്ള കാരണം വിപിനി പറഞ്ഞതായിരുന്നു ഏറ്റവും രസകരം. തന്റെ ആഭരണങ്ങളോടുള്ള അടങ്ങാത്ത ഭ്രമമാണ് ഈ മോഷണത്തിന് തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത്. കല്യാണ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും കൂടെ തന്നെ ഇവർ ഉണ്ടാകുകയും ആർച്ച സ്വർണ്ണാഭരണങ്ങൾ ഊരിവെക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും എല്ലാവരുടെയും ശ്രദ്ധ ഒരു നിമിഷം മാറിയ സമയത്ത് വളരെ ബുദ്ധിപൂർവം അത് കൈക്കലാക്കുകയുമാണ് ചെയ്തിരുന്നത്. ശേഷം 9 മണിയോടുകൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇവർ കൂത്തുപറമ്പിലുള്ള വീട്ടിലേക്ക് പോയി. കൂത്തുപറമ്പിലെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി പലരോടും പരിചയക്കാരോടും ബന്ധുക്കളോടും വിളിച്ച് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. പോലീസ് കേസായതും തുടർഫലമായി പലരുടെയും ഫിംഗർ പ്രിന്റ് എടുത്തതുമൊക്കെ അറിഞ്ഞ വിപിനി വളരെ പരിഭ്രാന്തിയായി. താൻ പിടിക്കപ്പെടും എന്നൊരു പേടി വിപിനിയുടെ മനസ്സിൽ രൂപം കൊണ്ടു. തൽഫലമായി 6-ാം തീയതി തന്നെ വിപിനി തിരികെ കരുവള്ളൂരെത്തി. 6-ാം തീയതി പാതിരാത്രിയോടുകൂടി തന്നെ അർജുന്റെ വീട്ടിലെത്തിയ ഇവർ ആരും കാണാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ആഭരണങ്ങളൊക്കെ പൊതിഞ്ഞ് ഒരു മൂലയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. പയ്യന്നൂർ പോലീസിന്റെ വളരെ കൃത്യതയോടും സമയനിഷ്ഠയോടും കൂടിയുള്ള അന്വേഷണത്തിൽ 30 പവൻ ആഭരണങ്ങളും വീട്ടുകാർക്ക് തിരികെ ലഭിക്കുകയും പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിദഗ്ധമായി പിടികൂടുകയും ചെയ്യും. തെറ്റ് ആര് ചെയ്താലും ഒരിക്കൽ പിടിക്കപ്പെടും. വ്യത്യസ്തമായൊരു കുറ്റാന്വേഷണ കഥയുമായി നമുക്ക് ഉടനെ കാണാം. ഡി സ്റ്റോറീസ്.